എല്ലാവർക്കും നമസ്കാരം. PPS സബ്ജക്റ്റിൻ്റെ പുതിയൊരു വീഡിയോ പ്രസൻറ്റേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർക്ക് വെൽഡിൽ വരുന്ന സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകളെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ടിഗ് ആൻഡ് മിഗ് ദെൻ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. ഈ മൂന്ന് മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ടിഗ് വെൽഡിംഗ്. ടിഗ് വെൽഡിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്? ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്. ടിഗിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. കാരണം ടങ്സ്റ്റൺ ആണ് നമ്മളുടെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്, അതുപോലെ തന്നെ നോൺ കോട്ടഡ് ഇലക്ട്രോഡ്, അതായത് ഫ്ലെക്സ് മെറ്റീരിയലൊന്നും കോട്ട് ചെയ്യാത്ത ഇലക്ട്രോഡാണ്. വെൽഡ് പ്രോസസ്സിൽ അല്ലെങ്കിൽ വെൽഡിംഗ് പ്രോസസ്സിൽ നമ്മളുടെ ഇലക്ട്രോഡ് എന്ത് ചെയ്യുന്നില്ല, കൺസ്യൂമും ചെയ്യുന്നില്ല. ഇനി ഇവിടെ ഉപയോഗിക്കുന്ന DC സപ്ലൈ എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് സ്റ്റേറ്റ് പൊളാരിറ്റിയാണ്. ഇതിന് കാരണം നിങ്ങൾക്കറിയാം, ഡയറക്റ്റ് കറണ്ട് സ്റ്റേറ്റ് പൊളാരിറ്റിയിൽ വർക്ക് പീസിലാണ് കൂടുതൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറിച്ച് ഇലക്ട്രോഡിലാണ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൽ ഹൈ ഹീറ്റ് എനർജി വരികയാണെങ്കിൽ അത് ടങ്സ്റ്റണിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനേക്കാൾ കൂടുതൽ വന്നിട്ട് ടങ്സ്റ്റൺ എന്ത് ചെയ്യാം, നമ്മുടെ വെൽഡിൻ്റെ കൂടെ മെൽറ്റ് ചെയ്തു പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, DC സ്ട്രേറ്റ് പൊളാരിറ്റിയാണ് ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഇനി AC നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത്രയാണ് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ് അല്ലെങ്കിൽ ടിഗ് വെൽഡിങ്ങിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ഗണ്ണ് അല്ലെങ്കിൽ എന്തുണ്ട്, ഒരു ടോർച്ച് ഉണ്ട് അല്ലേ? ഈ ടോർച്ചിന് നമ്മൾ പറയുന്നത് വെൽഡിങ് ഹെഡ് എന്നാണ്. ഈ വെൽഡിങ് ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്റ്റേഷനറി ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഹോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ അതിലൊരു നോസിൽ അറേഞ്ച്മെൻ്റ് ഉണ്ട് അല്ലേ? ഈ നോസിൽ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷീൽഡ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞു ഇവിടെ ഫ്ലെക്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന്. അപ്പോൾ നമുക്ക് ഫ്ലെക്സിൻ്റെ ഉപയോഗം എന്തായിരുന്നു? നമ്മുടെ ആർക്കിനെ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ ആയിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സ് കോട്ടിങ് കൊടുക്കാറ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഓക്സൈഡ്സ് ഫോം ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ കൂളിംഗ് റേറ്റ് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഫ്ലെക്സിന് വരെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഷീൽഡ് ഗ്യാസാണ്. നമ്മുടെ ഷീൽഡ് ഗ്യാസ് ഫ്ലെക്സിൻ്റെ അതേ പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ആർക്കിനെ സറൗണ്ടിങ്ങുമായിട്ട് വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോഡിൻ്റെ എൻഡ് പോയിന്റിൽ നമുക്ക് നോസിൽ കാണാം. ആ നോസിലൂടെയാണ് നമ്മൾ ഷീൽഡ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൂളിംഗ് സിസ്റ്റം കൊടുക്കാറുണ്ട്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് കാരണം നമ്മുടെ ഇലക്ട്രോഡ് കൂളറായിട്ട് വയ്ക്കാനും അതുപോലെ തന്നെ ഹൈ കറണ്ട് യൂസ് ചെയ്യാനും വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ഈ ഗണ്ണെന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ടർ കൂൾഡ് ആയിരിക്കും. ഇനി നമുക്കിവിടെ ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം. ഓക്കെ, നമ്മളുടെ ആപ്ലിക്കേഷൻസിനും നമ്മുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യാം. ഇനി ഈ ഒരു വെൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് തിന്നർ സെക്ഷൻസ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു ഗണ്ണ് അല്ലെങ്കിൽ ഒരു ടോർച്ച് ഉണ്ട്. ഈ ടോർച്ചിൽ എന്തുണ്ട്? നമ്മുടെ ഇലക്ട്രോഡ് ഹോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഷീൽഡ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു നോസിൽ അറേഞ്ച്മെൻറ്റും ഉണ്ട്. ഇനി നമ്മളുടെ ഈ ഗണ്ണ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ കൂൾഡ്. വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നുണ്ട് നമുക്കൊരു കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഇനി നമ്മളുടെ വെൽഡിംഗ് എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുക? നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് കറണ്ട് സ്റ്റേറ്റ് പൊളാരിറ്റി അല്ലെങ്കിൽ AC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോഡിലൂടെ ഹൈ കറണ്ട് പാസ് ചെയ്യും. ഈ ഹൈ കറണ്ട് കാരണം ടങ്സ്റ്റൺ ഇലക്ട്രോഡിന് അതുപോലെ തന്നെ വർക്ക് പീസിന് ഇടയിലെ എയർ ഗ്യാപ്പിൽ ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ആർക്ക് കാരണം മോൾട്ടൺ മെറ്റൽ പോള് ഉണ്ടാവുകയും ഈ മെറ്റൽ പോള് സോൾഡിഫൈ ചെയ്ത് എന്താവുകയാണ്, മൈനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ടിഗ് വെൽഡിംഗ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ ഫ്ലെക്സ് ഈസ് റിക്വയർഡ്. നമ്മൾ പറഞ്ഞു ഇവിടെ ഇനേർട്ട് ഗ്യാസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്തെങ്കിലും ഷീൽഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലെക്സ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇനേർട്ട് ഗ്യാസ് ഷീൽഡ് പ്രിവെൻറ്റ്സ് കണ്ടാമിനേഷൻ ബൈ ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഫ്രം അറ്റ്മോസ്ഫിയർ. മിനിമം ഡിസ്റ്റോർഷൻ ഓഫ് ദ മെറ്റൽ നിയർ വെൽഡ് സോൺ. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു വർക്ക് മെറ്റീരിയലാണ് നമ്മൾ എന്തെങ്കിലും പോസിറ്റീവ് പോള് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഹൈ ഹീറ്റ് ജനറേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റോർഷൻ ലെൻസ് എന്താണ്, വളരെ കുറവാണ്. Due to absence of smoke and fumes, welding process can be easily observed and operator can exercise better control on the welding process. നമ്മുടെ ഫ്യൂംസും സ്മോക്സും ഡെവലപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെൽഡിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യാം, ഒബ്സർവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഓപ്പറേറ്റർക്ക് എന്ത് ചെയ്യാം, വെൽഡിംഗ് പ്രോസസ്സ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഡിസിമിലർ മെറ്റൽസ് ക്യാൻ ഓൾസോ ബി വെൽഡഡ് ഈസിലി. ഡിസിമിലർ മെറ്റൽസും നല്ല രീതിയിൽ നമുക്ക് ടിഗ് വെൽഡിംഗ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ സാധിക്കുന്നു.
അടുത്ത ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. All joints require proper cleaning before welding as the inert gas does not prevent flexing action. നമ്മളുടെ ഇനേർട്ട് ഗ്യാസ് ഫ്ലെക്സിങ് ആക്ഷൻ അതായത് ക്ലീനിങ് ആക്ഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യണം, പ്രോപ്പർ ക്ലീനിങ് ചെയ്തിരിക്കണം. ദ പ്രോസസ് ഈസ് സ്ലോ ഇൻ ഓപ്പറേഷൻ. ടിഗ് വെൽഡിങ് സാധാരണയായിട്ട് സ്ലോ പ്രോസസ്സാണ്. കാരണം നമ്മുടെ നെഗറ്റീവ് പോളാണ് ഇലക്ട്രോഡിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വെൽഡിങ് പ്രോസസ്സ് എന്താണ്, സ്ലോവറാണ്. ദ കോസ്റ്റ് ഓഫ് ദ പ്രോസസ് ഈസ് ഹൈ. നമ്മുടെ എൻ്റയർ കോസ്റ്റ് ടിഗ് വെൽഡിങ്ങിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഹയർ ആണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ടിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ വെൽഡിംഗ് all metals and alloys having various thickness. It is extensively used for welding aluminum, stainless steel and titanium. The process is employed for fabrication of missiles, aircraft and rockets. It is also used for fabrication of chemical plant and high pressure steam pipes. ഇത്രയാണ് ടിഗ് വെൽഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് അല്ലെങ്കിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും സെയിം പ്രൊസീജിയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് ബെയർ ഇലക്ട്രോഡാണ്. അതുപോലെ തന്നെ ഈ ഇലക്ട്രോഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റീൽ ഓർ റോളർ. ഡ്രൈവർ റോളറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബെയർ ഇലക്ട്രോഡ് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുകയാണ്. ഈ ഇലക്ട്രോഡിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. ഇത് കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. അതായത് നമ്മൾ വെൽഡിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഡി സി സപ്ലൈ എന്തായിരിക്കും, ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റി ആയിരിക്കും വേണ്ടത്. കാരണം എന്താണ്, നമുക്ക് ഇലക്ട്രോഡിലാണ് ഹൈ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നോർമലി എ സി നമ്മൾ മിഗ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യാറില്ല. ഓക്കെ, പ്രൊസീജിയർ എല്ലാം ടിഗ് വെൽഡിങ്ങിന് പോലെ സമാനമാണ്. ചിത്രം നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് അവിടെ എന്തുണ്ട്, ഒരു ഗൺ അല്ലെങ്കിൽ ടോർച്ച് കാണാൻ സാധിക്കും. ഈ വെൽഡിംഗ് ഹെഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വയർ ഇലക്ട്രോഡ് കടന്നു പോകാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷീൽഡ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യാനുള്ള നോസിൽ അവിടെ കാണാം. ഷീൽഡ് ഗ്യാസിൻ്റെ ഉപയോഗം എന്തായിരുന്നു, നമുക്ക് ആർക്കും അതുപോലെ തന്നെ സറൗണ്ടിങ് തമ്മിൽ വേർതിരിച്ചെടുത്ത് ഒരു പ്രൊട്ടക്റ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രൊട്ടക്റ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യേണ്ട ഉദ്ദേശം എന്താണ്, നമ്മളുടെ വെൽഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ആർക്കിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാനും വേണ്ടിയാണ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കണ്ടാമേജഡ് ആക്കി മാറ്റാതിരിക്കാനും നമ്മളെ ഈ ഷീൽഡ് ഗ്യാസ് സഹായിക്കുന്നു. ബാക്കി നമ്മൾ പറഞ്ഞ മെത്തേഡ്, അതായത് വെൽഡിംഗ് പ്രൊസീജിയർ എന്താണ്, ടിഗ് വെൽഡിങ്ങിന് സമാനമാണ്. ഇലക്ട്രോഡിലൂടെ ഹൈ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോഡിനും വർക്ക് പീസിനും ഇടയിൽ ഹൈ കറണ്ട് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ടെമ്പറേച്ചർ കാരണം മെറ്റൽ മെൽട്ടായിട്ട് വെൽഡ് പോൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് സോൾഡിഫൈ ചെയ്തിട്ടാണ് ഇത് റിക്വയർഡ് വെൽഡിംഗ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മിഗ് വെൽഡിംഗ് എന്നുള്ള പ്രോസസ്സ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് പ്രോസസ്സായിട്ട് മാറ്റാൻ സാധിക്കും. എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു ഡ്രൈവർ റോളറിൻ്റെ സഹായത്തോടെ നമ്മൾ ഇലക്ട്രോഡ് സപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ലിങ്കേജ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് എൻ്റയർ പ്രോസസ്സിനെ മെക്കാനിക്കലായിട്ട് മാറ്റിയെടുക്കാൻ അതുപോലെ തന്നെ റോബോട്ടിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ വേണമെങ്കിൽ ക്യാരി ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താക്കി മാറ്റാം, നമുക്ക് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് പ്രോസസ്സായിട്ട് മാറ്റാൻ സാധിക്കും. ഇതാണ് മെയിനായിട്ട് ടിഗ് വെൽഡിങ്ങും മിഗ് വെൽഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ പ്രൊസീജിയർ എന്താണ്, സെയിം ആണ്. ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നിടത്തുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ഷീൽഡ് ഗ്യാസ് നോർമലി യൂസ് ചെയ്യുന്നത് ഇനേർട്ട് ഗ്യാസസ് ആണ്, ദാറ്റ് ഈസ് ഹീലിയം ഓർ ആർഗൺ. അഡ്വാൻറ്റേജസ് ഓഫ് മിഗ് വെൽഡിംഗ്. പ്രോസസ് ഈസ് വെരി റാപ്പിഡ് ദാൻ ടിഗ് ആൻഡ് അതർ ആർക്ക് വെൽഡിംഗ് പ്രോസസ് ഡ്യൂ ടു കണ്ടിന്യൂസ് ഫീഡിങ് ഓഫ് ഇലക്ട്രോഡ്. അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോഡ് സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ടിഗ് വെൽഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ മിഗ് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്പീഡി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഡീപ്പർ പെനിട്രേഷൻ ഓഫ് വെൽഡ് ആൻഡ് വെൽഡ് പ്രൊഡ്യൂസ്ഡ് ഈസ് ബെറ്റർ ക്വാളിറ്റി. ഡീപ്പർ വെൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ബെറ്റർ ക്വാളിറ്റി ഉള്ള വെൽഡ് ചെയ്യാനും മിഗ് വെൽഡിംഗ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. സ്ലാഗ് ഇൻക്ലൂഷൻസ് ആർ എലിമിനേറ്റഡ് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഫ്ലക്സ്. സ്ലാഗ് ഫോർമേഷൻ ഇവിടെ ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്, നമ്മൾ ഫ്ലക്സ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നില്ല, ഇനേർട്ട് ഗ്യാസസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വെൽഡിംഗ് ക്യാൻ ബി ഡൺ ഇൻ ഓൾ പൊസിഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ വെൽഡിംഗ് പൊസിഷനിലും നമുക്ക് മിഗ് വെൽഡിംഗ് എന്നുള്ള പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ സാധിക്കുന്നു. ആർക്ക് ഈസ് വിസിബിൾ ടു ഓപ്പറേറ്റർ സോ ഹി ക്യാൻ എക്സൈസ് ബെറ്റർ കൺട്രോൾ ഓൺ ദ പ്രോസസ്സ്. ടിഗ് വെൽഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആർക്ക് ഫോം ചെയ്യുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള കൺട്രോളും ഈ മിഗ് വെൽഡിംഗ് പ്രോസസ്സിൽ ലഭിക്കുന്നു. ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എക്യുപ്മെൻറ്റ് കോസ്റ്റ് ഈസ് ഹൈ. നമ്മളിതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്താണ്, വളരെ കൂടുതലാണ്. നോട്ട് സൂട്ടബിൾ ഫോർ ഔട്ട്ഡോർ വർക്ക് ആസ് ദ സ്ട്രോങ് വിൻഡ് മേ ബ്രേക്ക് ദ ഷീൽഡ്. നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഔട്ട്ഡോറിൽ ചെയ്യാൻ സാധിക്കില്ല. വിൻഡിൻ്റെ ആക്ഷൻ കാരണം നമ്മളുടെ ഷീൽഡ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്.
ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് മിഗ് വെൽഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് കാർബൺ ആൻഡ് ലോ അലോയ് സ്റ്റീൽസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഹീറ്റ് റെസിസ്റ്റൻറ്റ് അലോയ്സ്, മാഗ്നീഷ്യം അലോയ്സ്, കോപ്പർ ആൻഡ് അലൂമിനിയം അലോയ്സ്. With special techniques, that is per heating and post heating, the process can be employed for welding cast iron, titanium and other refractory materials. Last application was MIG welding has been widely used in aircraft and automobile industries. അടുത്തത് നമ്മൾ ടിഗും അതുപോലെ തന്നെ മിഗ് വെൽഡിങ്ങിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. നമ്മൾ കമ്പയർ ചെയ്യുന്ന ആസ്പെക്റ്റാണ് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തുള്ളത്. ഫസ്റ്റ് വൺ, നെയിം ഓഫ് പ്രോസസ്. നമുക്കറിയാം ടിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്, മിഗ് എന്ന് പറയുന്നത് മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്. ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ്. ടിഗ് വെൽഡിങ്ങിൽ നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ടങ്സ്റ്റൺ ഇലക്ട്രോഡും മിഗ് വെൽഡിങ്ങിൽ കൺസ്യൂമബിൾ ആയിട്ടുള്ള ബെയർ മെറ്റാലിക് ഇലക്ട്രോഡുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോഡ് ഫീഡ്. ടിഗ് വെൽഡിങ് നമ്മൾ ഇലക്ട്രോഡ് ഫീഡ് ആവശ്യമില്ല. എന്നാൽ മിഗ് വെൽഡിങ് നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബെയർ മെറ്റൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇലക്ട്രോഡ് ഹോൾഡർ. നമ്മൾ ഇലക്ട്രോഡ് ഹോൾഡറിനെ കുറിച്ച് ടിഗ് വെൽഡിങ്ങിലും മിഗ് വെൽഡിങ്ങിലും പറഞ്ഞതാണ്. ടിഗ് വെൽഡിങ് നമ്മൾ വെൽഡിംഗ് ഹെഡിൽ അല്ലെങ്കിൽ ടോർച്ചിൽ നമ്മുടെ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഹോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷനും അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റവും പിന്നെ നമ്മുടെ ഷീൽഡ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മൾ നോർമലി കൊടുത്തിട്ടുണ്ട്. മിഗ് വെൽഡിംഗ് ആകുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വയർ ഇലക്ട്രോഡ് കടന്നു പോകാനുള്ള പ്രൊവിഷനും അതുപോലെ തന്നെ മെറ്റൽ ഇനർട്ട് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യാനും കൂളിംഗ് വാട്ടർ അറേഞ്ച്മെൻറ്റിനുള്ള പ്രൊവിഷൻസ് ഇലക്ട്രോഡ് ഹോൾഡറിൽ കാണാറുണ്ട്. വെൽഡിംഗ് കറണ്ട്. ടിഗ് വെൽഡിങ് AC-യിലും DC-യിലും വർക്ക് ചെയ്യാറുണ്ട്. എന്നാൽ മിഗ് വെൽഡിങ് നമ്മൾ നോർമലി DC വിത്ത് റിവേഴ്സ് പൊളാരിറ്റിയാണ് യൂസ് ചെയ്യാറ്. ഫീഡ് മെറ്റൽ. നമ്മൾ ഫില്ലർ മെറ്റീരിയൽ സാധാരണയായിട്ട് ടിഗ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യാറില്ല. എന്നാൽ മിഗ് വെൽഡിങ്ങിൽ നമ്മൾ ഫില്ലർ മെറ്റീരിയൽ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ദെൻ മെറ്റൽ തിക്നെസ്. നമ്മൾ 5 mm താഴെയുള്ള തിക്നെസ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി ടിഗ് വെൽഡിങ് യൂസ് ചെയ്യാറ്. നമ്മളെ മിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത് നോർമലി 40 mm തിക്നെസ് വരെയുള്ള മെറ്റൽസിന് ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. വെൽഡിംഗ് സ്പീഡ് ടിഗ് വെൽഡിങ്ങിൽ സ്ലോ ആണ്, എന്നാൽ മിഗ് വെൽഡിങ്ങിൽ എന്താണ്, ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ടിഗ് വെൽഡിങ്ങിൻ്റെ മിഗ് വെൽഡിങ്ങിൻ്റെ ഒരു കമ്പാരിസണായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് ആർക്ക് വെൽഡിംഗ് ആണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പേരിൽ തന്നെ ഉണ്ട് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. ആർക്ക് വെൽഡിംഗ് സബ്മേർജ് ചെയ്തിരിക്കുന്നു. അതായത് നമ്മളിവിടെ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ സാധിക്കുന്നില്ല. കാരണം നമ്മളിവിടെ ഫ്ലെക്സ് മെറ്റീരിയൽ എന്ത് ചെയ്യാണ്, പൗഡർ ഫോമിൽ നമ്മുടെ വെൽഡിംഗ് സോണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണം. അതായത് ഫ്യൂസിബിൾ ഗ്രാനുലാർ ഫ്ലെക്സ് മെറ്റീരിയൽ ഈസ് അപ്ലൈഡ് ഡയറക്ട്ലി ഹെഡ് ഓഫ് ദി ഇലക്ട്രോഡ്. അതായത് ഇലക്ട്രോഡിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലെക്സ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നത്. ഇലക്ട്രോഡ് എന്താണ്, ഒരു ബെയർ ഇലക്ട്രോഡാണ്. അപ്പോൾ ഇങ്ങനെ ഫ്ലെക്സ് മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആർക്ക് ഫോം ചെയ്യുന്ന സമയത്ത് ഹൈ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും ഫ്ലെക്സ് മെറ്റീരിയൽ എന്ത് സ്ലാഗ് ഫോർമേഷൻ നടത്തുകയും അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഇംപ്യൂരിറ്റീസും അതുപോലെ തന്നെ ഓക്സൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ലാഗ് ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഫ്ലെക്സ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഡീ ഓക്സിഡൈസറാണ്. അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മളുടെ വെൽഡ് നമുക്ക് പെർട്ടിക്കുലർ അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സിൽ നമുക്കത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, അഡീഷണൽ സ്ട്രെങ്ത് നമുക്ക് അല്ലെങ്കിൽ അഡീഷണൽ അലോയിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും നമ്മളുടെ ഇലക്ട്രോഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഫ്ലെക്സ് മെറ്റീരിയലിന് താഴെയായിട്ടാണ് ആക്ഷൻ നടക്കുന്നത്. അതായത് സബ്മേർജ്ഡ് ആയിട്ടാണ് നമ്മൾ ഇലക്ട്രോഡ് കാണുന്നത്. ഇനി നമ്മളുടെ ഫ്ലെക്സ് സപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് ഫ്ലെക്സ് റിമൂവ് ചെയ്യാനും നമുക്ക് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഉപയോഗിക്കാം. അതായത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഫ്ലെക്സ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാം. നമ്മളുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെക്സ് മെറ്റീരിയൽ എന്ത് ചെയ്യാം, അത് റിമൂവ് ചെയ്യാനും നമുക്ക് അഡീഷണൽ ആയിട്ടുള്ളത് നമുക്ക് റിമൂവ് ചെയ്യാനും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഈ രണ്ട് പ്രോസസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റാൻ സാധിക്കും. അതായത് ഇലക്ട്രോഡ് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരു റെയിലിൻ്റെ അല്ലെങ്കിൽ റോളറിൻ്റെ സഹായത്തോടുകൂടി അങ്ങനെയും സപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റാനും സാധിക്കും. അതാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് മനസ്സിലായി വിശ്വസിക്കുന്നു. ഇവിടെ എന്താണ്, ഒരു ബെയർ ഇലക്ട്രോഡിനും വർക്ക് പീസിനും ഇടയിലാണ് നമ്മളുടെ ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് ആർക്ക് കാരണം ഹൈ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മളുടെ ഇലക്ട്രോണിന് മുകളിൽ കൊടുത്തിട്ടുള്ള ഫ്ലെക്സ് മെറ്റീരിയൽ നമ്മളുടെ ഈ ആർക്കുമായിട്ട് കമ്പൈൻ ചെയ്ത് സ്ലാഗ് ഫോർമേഷൻ നടക്കുകയും ഹൈ ഹീറ്റ് എനർജി കാരണം വെൽഡ് ചെയ്യേണ്ട മെറ്റലിൻ്റെ എഡ്ജസ് എന്ത് ചെയ്യുന്നു, മെൽറ്റ് ചെയ്യുകയും റിക്വയർഡ് ജോയിനിങ് നമുക്ക് നടത്താനും സാധിക്കുന്നു. ഇത്രയാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ഹൈ റേറ്റ് ഓഫ് ഡെപ്പോസിഷൻ. സെക്കൻഡ് വൺ, നോ വിസിബിൾ ആർക്ക് വിത്ത് ലിറ്റിൽ ഫ്യൂംസ് ആൻഡ് സ്പാറ്റർ. തേർഡ്, സ്മൂത്ത് വെൽഡ് സർഫസ് ഫോർ ലോങ് ലെങ്ത്. ഫോർത്ത്, ഹൈ ക്വാളിറ്റി വെൽഡ് ഓഫ് എക്സലൻറ്റ് പെനിട്രേഷൻ. ആൻഡ് ലാസ്റ്റ്,
weld area is free from surface ripples. ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് പ്രോസസ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ ആൻഡ് റിക്വയർ കോസ്റ്റ്ലി എക്യുപ്മെൻറ്റ്. സെക്കൻഡ്, സ്ലാഗ് മസ്റ്റ് ബി റിമൂവ്ഡ് ആഫ്റ്റർ ഈച്ച് പാസ്. Third, process is not suitable for thin plates and for overhead welding and limited to the flat or horizontal position welds. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് suitable for continuous welding of components having 12 to 50 mm thickness. This process is used to weld a variety of carbon and alloy steel and stainless steel sheets. Typical applications are the welding of pressure vessels, boiler plates and pipes. ഇത്രയാണ് സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കെല്ലാം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു വെൽഡിംഗ് പ്രോസസ്സുമായിട്ട് കണ്ടുമുട്ടും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.